ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ നസറ കുടുംബം അതിലെ ചില ക്രിയകൾ അൽഹംദുലില്ലാഹ് പഠിച്ചു, മനപ്പാടാക്കി, സർഫും ചെയ്തു. അത് ഇനിയും ആവർത്തിച്ച് അത് സർഫ് ചെയ്ത് മനപ്പാടാക്കിയവർ വീണ്ടും അത് ആവർത്തിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കണം. എന്നാലേ മറന്നു പോകാതിരിക്കുകയുള്ളൂ. ബാറക്കല്ലാഹു ഫീക്കും. ഈ പാഠത്തിൽ നമ്മൾ നസറ ഒരു കുടുംബമാണെന്ന് മനസ്സിലാക്കി. നസറ കുടുംബം. ഇനി ഈ പാഠത്തിൽ നമ്മൾ മറ്റ് 5 കുടുംബങ്ങൾ പഠിക്കാൻ പോവാണ് ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. നസറക്ക് പുറമെ 5 കുടുംബങ്ങളുണ്ട് 3 അക്ഷരങ്ങളുള്ള അൽഫീലുൽ മാദിയിൽ. 3 അക്ഷരങ്ങളുള്ള അൽഫീലുൽ മാദി ഭൂതകാല ക്രിയകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നസറ 3 അക്ഷരങ്ങളാണ്. അതിൽ നൂന്, സ്വാദ്, റാ 3 അക്ഷരങ്ങൾ. അതിലെ കുടുംബങ്ങൾക്കെല്ലാം അതേപോലെ 3 അക്ഷരങ്ങളാണെന്ന് പഠിച്ചു. അതിൻ്റെ സർഫുകളൊക്കെ ഒരേ രീതിയിലാണ്. അപ്പോൾ ഒന്നിൻ്റെ സർഫ് പഠിച്ചാൽ ബാക്കിയൊക്കെ ഇൻഷാ അല്ലാഹ് എളുപ്പമാണ്. പിന്നെ നസറയിൽ നമ്മൾ ഫാ കലിമ, ഐൻ കലിമ, ലാം കലിമ പഠിച്ചു. ഫാ കലിമ നൂനാണ്, ഐൻ കലിമ സ്വാദാണ്, ലാം കലിമ റ ആണ്. അതാണ് ഫഅല വസിന്. ഫഅലിൻ്റെ തൂക്കത്തിൽ, വസിൻ എന്ന് പറഞ്ഞാൽ തൂക്കം, അതിൻ്റെ തൂക്കത്തിലാണ് ഉള്ളത്. അപ്പോൾ ഈ നസറ കുടുംബം ഉൾപ്പെടെ വേറെ 5 കുടുംബങ്ങൾ, അങ്ങനെ 6 കുടുംബങ്ങളാണ് അൽഫീലുൽ മാദി 3 അക്ഷരങ്ങളുള്ള അൽഫീലുൽ മാദിയിൽ ഉള്ളത്. 6 കുടുംബങ്ങൾ. ആ 6 കുടുംബങ്ങളാണ് നമ്മൾ നോക്കുക. ഒന്ന് നസറ കുടുംബം. രണ്ടാമത്തത് ലറബ കുടുംബം. അപ്പോൾ ലറബയിലും അതേ രീതിയിലുള്ള ക്രിയകളുണ്ടാവും. അപ്പോൾ അതേ രീതിയിലുള്ള ക്രിയകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനെ ഓരോ കുടുംബമാക്കി മാറ്റിയിരിക്കുന്നത്. ഫത്തഹക്കും ചില ക്രിയകളുണ്ടാവും. ഫത്തഹ കുടുംബത്തിൽപ്പെട്ട ക്രിയകൾ, അതിൻ്റെയൊക്കെ സ്വഭാവം ഒരേപോലെ ആയിരിക്കും. ബാറക്കല്ലാഹു ഫീക്കും. അത് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ടാണ് ഇങ്ങനെ കുടുംബങ്ങളാക്കി മാറ്റിയത്. പിന്നെ 4-മത്തത് കറുമ കുടുംബം. ഓക്കെ. 5-മത്തത് സമിയ കുടുംബം. 6-മത്തത് ഹസീബ കുടുംബം. അപ്പോൾ നസറ കുടുംബം, നസറ എന്ന് പറഞ്ഞാൽ അവൻ സഹായിച്ചു. ലറബ കുടുംബം, ലറബ എന്ന് പറഞ്ഞാൽ അവൻ അടിച്ചു. ലറബക്ക് വേറെ അർത്ഥങ്ങളുണ്ട്. ഫതഹ എന്ന് പറഞ്ഞാൽ അവൻ തുറന്നു, ഫതഹ കുടുംബം. കറുമ എന്ന് പറഞ്ഞാൽ അവൻ കുലീനനായി. സമിയ എന്ന് പറഞ്ഞാൽ അവൻ കേട്ടു. അങ്ങനെ സമിയ കുടുംബത്തിൽ അതേപോലത്തെ കുറേ ക്രിയകളുണ്ടാവും. ഹസിബ എന്ന് പറഞ്ഞാൽ അവൻ ആലോചിച്ചു. അപ്പോൾ ഹസിബ കുടുംബത്തിൽ അതേപോലത്തെ കുറേ ക്രിയകൾ ഉണ്ടാകും. മറ്റും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ 3 അക്ഷരങ്ങളുള്ള ക്രിയകൾ അത് ഫഅല വസനിലാണ് ഉള്ളത് എന്ന് നമ്മൾ പഠിച്ചു. നസറ കുടുംബം. ഇനി നമ്മൾ ഓരോന്നും അതിൻ്റെ ഫഅല നോക്കാം. ആദ്യമായിട്ട് ഈ എല്ലാ കുടുംബത്തിലും ഫാ കലിമയും ലാം കലിമയും ഫത്തഹത്തായിരിക്കും. അത് ശ്രദ്ധിക്കണം. ഫാ കലിമയും ലാം കലിമയും ഫത്തഹത്തായിരിക്കും. ഇപ്പം നസറ കുടുംബം നോക്കൂ. നസറയിലെ ഫാ കലിമ ഏതാ? നൂന്. ലാം കലിമ ഏതാ? റാ. രണ്ടും ഫത്തഹത്താണോ? ഫത്തഹത്താണ്. അപ്പം നസറ കുടുംബം, നസറയും അതിൽ വരുന്ന എല്ലാ ക്രിയകളും ഫാ കലിമയും ലാം കലിമയും ഫത്തഹത്തായിരിക്കും. ഇനി ലറബ കുടുംബത്തിലെ ഫാ കലിമയും ലാ കലിമയും നോക്കൂ. ഫത്തഹത്താണ്. ലാ ഫത്തഹത്താണ്, ബ ഫത്തഹത്താണ്. ലാ ആണ്, ലാദാണ് ഫാ കലിമ, ബ ആണ് ലാം കലിമ, ഫത്തഹത്താണ്. ഇനി ഫത്തഹ കുടുംബം നോക്കൂ. ഫാ കലിമ ഫാ ഫത്തഹത്താണ്, ലാം കലിമ ഹ ഫത്തഹത്താണ്. ഇനി കറുമ കുടുംബം നോക്കൂ. അതേപോലെ തന്നെ ഫാ കലിമ ക ഫത്തഹത്താണ്, മീമ് ഫത്തഹത്താണ്. ഇനി സമിയ കുടുംബം നോക്കൂ. സീന് ഫാ കലിമ ഫത്തഹത്താണ്, ഐന് ലാം കലിമ ഫത്തഹത്താണ്. ഇനി ഹസിബ കുടുംബം നോക്കൂ.
ഫാ കലിമ ഹ ഫതഹത്താണ്. ബ ലാം കലിമ ഫതഹത്താണ്. അപ്പോൾ 6 കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഫാ കലിമയും ലാം കലിമയും എപ്പോഴും ഫതഹത്താണ്. ബാറക്കല്ലാഹു ഫീക്കും. പക്ഷേ ഐൻ കലിമ അങ്ങനെയല്ല. നമുക്ക് നോക്കാം. നസറയിൽ ഐൻ കലിമ ഏതാ? സ്വാദ് ഫതഹത്താണ്. ലറബയിൽ ഐൻ കലിമ ഏതാ? റാ ഫതഹത്താണ്. ഫതഹയിൽ ഐൻ കലിമ ഏതാ? താ ഫതഹത്താണ്. ഇനി കറുമ നോക്കൂ, ഐൻ കലിമ ഏതാ? റാ ലമ്മത്താണ്. ലമ്മത്താണ്. അപ്പോൾ ഐൻ കലിമ ലമ്മത്താകാം, ഫതഹത്താകാം. ഇനി സമീയ ഹസിബിയും നോക്കൂ, അടുത്ത രണ്ടെണ്ണം സമീയും ഹസിബയും. സമീയയിൽ മീമ് കസറത്താണ്, ഹസിബയിൽ സീന് കസറത്താണ്. അപ്പോൾ ഐൻ കലിമ കസറത്തായി. അപ്പോൾ ഐൻ കലിമ ഫതഹത്താകാം, ആദ്യത്തെ മൂന്നിലുള്ളതുപോലെ നസറ ലറബ ഫതഹ. ഐൻ കലിമ ലമ്മത്താകാം, കറുമയിലുള്ളതുപോലെ. പിന്നെ ഐൻ കലിമ അവസാനത്തെ രണ്ടെണ്ണം നോക്കൂ, സമീയയിലും ഹസിബയിലും കസറത്താകാം. അപ്പോൾ ഈ 6 കുടുംബത്തിൽ ഫാ കലിമയും ലാം കലിമയും എപ്പോഴും ഫതഹത്തായിരിക്കും. ഐൻ കലിമ ഫതഹത്താകാം, നസറ ലറബ ഫതഹ. ലമ്മത്താകാം, കറുമ. കസറത്താകാം, സമീയ ഹസിബ. അപ്പോൾ ഈ 6 കുടുംബങ്ങളിൽ നമ്മൾ മനപ്പാടാക്കണം. ഒന്ന് നസറ കുടുംബം, ഒന്ന് ലറബ കുടുംബം, ഒന്ന് ഫതഹ കുടുംബം, ഒന്ന് കറുമ കുടുംബം, ഒന്ന് സമീയ കുടുംബം, ഒന്ന് ഹസിബ കുടുംബം. ഇതിൻ്റെ ഫാ കലിമ ഐൻ കലിമ ലാം കലിമയുടെ പ്രത്യേകതകളും നമ്മൾ മനസ്സിലാക്കണം. ഫാ കലിമയും ലാം കലിമയും എപ്പോഴും ഫതഹത്തായിരിക്കും. ഐൻ കലിമ ഫതഹത്താകാം, ലമ്മത്താകാം, കസറത്താകാം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത് മുഴുവൻ ഞാനിപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ PDF ഇൻഷാ അല്ലാഹ് താഴെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇത് മുഴുവൻ വായിച്ച് പഠിച്ച് മനപ്പാടാക്കുക. ബാറക്കല്ലാഹു ഫീക്കും.